5 തവണ മുംബൈ ഇന്ത്യൻസിനെ IPL ചാമ്പ്യന്മാരാക്കിയ രോഹിത് ശർമ്മ ഒടുവിൽ ആ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസിൽ ഇത് തന്റെ അവസാന IPL സീസൺ ആയിരിക്കുമെന്ന് രോഹിത് ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് പുതിയ വാർത്ത. ഈ സീസണ് പിന്നാലെ ടീം വിടാൻ രോഹിത് ശർമ്മ തീരുമാനിച്ചു കഴിഞ്ഞതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ നായകനായ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ രോഹിത് തൃപ്തനല്ല എന്നതാണ് ഇതിന് കാരണം. ഈ സീസണിൽ ഇതുവരെ കളിച്ച 3 കളിയിലും മുംബൈ പരാജയപ്പെട്ടിരുന്നു. പോയിന്റ് പട്ടികയിലും മുംബൈ അവസാന സ്ഥാനത്താണ്. മത്സരത്തിനിടയിലെടുക്കുന്ന തീരുമാനങ്ങളുടെ കാര്യത്തിലായാലും രോഹിത്തും ഹാർദിക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതോടെയാണ് ഈ സീസണ് പിന്നാലെ മുംബൈ വിടാമെന്ന തീരുമാനത്തിലേക്ക് രോഹിത് എത്തിയത്. ന്യൂസ് 24-ൽ ഇതിന്റെ സമഗ്രമായ റിപ്പോർട്ട് വരികയുണ്ടായി. ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയോട് രോഹിത്തിന് തൃപ്തിയില്ല എന്നും മുംബൈ ടീമിലെ ഒരു താരം ഇത് അറിയിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹാർദിക്കും രോഹിത്തുമായുള്ള അഭിപ്രായ വ്യത്യാസം ഡ്രസ്സിംഗ് റൂമിലും ഒരു തർക്കത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഈ സീസണ് തൊട്ടു മുമ്പ് അപ്രതീക്ഷിതമായിട്ടാണ് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. പകരം ഗുജറാത്ത് നായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ വാങ്ങി മുംബൈ പുതിയ നായകനാക്കി. എന്നാൽ ഈ തീരുമാനം IPLലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നായി മാറി. മുംബൈ ടീമിനകത്തും ഇത് തർക്കങ്ങൾക്ക് കാരണമായി. മുംബൈ ടീം പിരിഞ്ഞ് 2 ഗ്രൂപ്പുകളായി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. രോഹിത്തിനെ അനുകൂലിക്കുന്നവരാണ് ഒരു വലിയ കൂട്ടമെങ്കിൽ ഹാർദിക് പാണ്ഡ്യയെ അനുകൂലിക്കുന്ന മറ്റൊരു കൂട്ടം കൂടിയുണ്ട്. ബുംറ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ സീനിയർ താരങ്ങളുടെയെല്ലാം പിന്തുണ രോഹിത്തിനാണ്. കൂടാതെ ഒട്ടുമിക്ക യുവതാരങ്ങളും രോഹിത്തിന്റെ പക്ഷത്താണ്. എന്നാൽ ഇഷാൻ കിഷനും മറ്റ് ചില താരങ്ങളും ഹാർദിക്കിനെ അനുകൂലിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്.